ഞാൻ ഈ ഇല കൊണ്ട് എന്തായി കാട്ടുന്ന നെക്കിലെ വിചാരിക്കും. അപ്പൊ ഞാനൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ ഞാൻ ഉണ്ടാക്കുന്ന സാധനം കണ്ടവരോ ഉപയോഗിച്ചവരോ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിതാ ഒരു ഇലക്കുമ്പിളാണ് കേട്ടോ ഉണ്ടാക്കിയത്. അത് എന്റെ കുട്ടിക്കാലത്ത് ചെറിയൊരു ഓർമ്മക്ക് വേണ്ടിട്ടോ. എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഫുഡൊന്നും അങ്ങനെ കഴിക്കാനൊന്നും വേണ്ട. അപ്പൊ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ ഓർമ്മ വന്ന് എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉപ്പന്റെ ഉപ്പ, ഞങ്ങൾ ഉപ്പച്ചി എന്നാട്ടോ വിളിക്കുക, ഉപ്പച്ചിയൊക്കെ ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇതുപോലെ കുമ്പിളുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോട് ഇങ്ങനെ കോരി കുടിക്കാൻ നല്ല രസമായിരുന്നു. ഇപ്പൊ സ്പൂണില്ലാഞ്ഞിട്ടൊന്നുമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് പിന്നെ ഈ പപ്പടം ചുട്ടതില്ലേ, അപ്പൊ അതിങ്ങനെ ഉമ്മയൊക്കെ പണ്ട് ഇങ്ങനെ കണലിൽ ചുട്ടെടുത്ത് ഇങ്ങനെ തരലുണ്ടായിന്. അപ്പൊ ആ ഒരു ഓർമ്മക്ക് വേണ്ടി ഞാൻ വിചാരിച്ച് 2 പപ്പടം ചുട്ടെടുത്തിട്ട് ഇന്ന് കഞ്ഞിയും ചുട്ട പപ്പടം കൂടി ഈ ഇലക്കുമ്പിളിൽ കോരി കഴിക്കാന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഞാൻ എന്താ 2 പപ്പടം കണലിലിട്ടിട്ട് ചുട്ടെടുത്തിട്ടോ ഇതുപോലെ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഒന്ന് കുടിക്കാൻ വേണ്ടി ഇരുന്നതാട്ടോ കഞ്ഞി. അപ്പൊ അതാ കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളെ പപ്പടവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല കുറിയരിക്കഞ്ഞാണ്. അപ്പൊ ഞാനിങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഒരു കുമ്പിള് ഞാനിങ്ങനെ കഴിച്ചപ്പോഴേക്കും മക്കള് 2 ഓടി വന്നിട്ടോ. എന്താണിതെന്ന് ചോദിച്ചിട്ട് അവർക്ക് ആകെ ഒരു കൗതുകം, അതായത് ഒരു ആകാംക്ഷ, അവരിതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടോ, ആദ്യമൊക്കെ ഇങ്ങനെ കഞ്ഞി കുടിക്കലുണ്ടായിരുന്നു, ഇതുപോലെ ഇലക്കുമ്പിളൊക്കെ ഉണ്ടാക്കിയെന്ന്. അപ്പൊ മക്കള് 2 അവർക്ക് ഒന്ന് കൊടുക്കുമെന്ന് വെച്ചിരിക്കട്ടോ. കഞ്ഞി കുടിക്കാൻ ഭയങ്കര മടിയന്മാരാണ്. അങ്ങനെ ഇത് കണ്ടപ്പോ 2 നല്ല ഇൻട്രസ്റ്റിൽ വന്ന് 2-3 വായ കഴിച്ചിട്ടു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. ആ ഒരു ഓർമ്മയും കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആ കഞ്ഞി കുടിച്ചപ്പോ പണ്ടുള്ള. അപ്പൊ ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ.